മന്ത്രി വി ശിവൻകുട്ടി ആത്മഹത്യ ചെയ്ത BJP പ്രവർത്തകനായ ആനന്ദ് കെ തമ്പിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ ബന്ധുക്കളുമായിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. തിരുമലയിലാണ് എൻ്റെ വീട്. മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം നേരത്തെ ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിക്കുകയും ചെയ്തിരുന്നു. AK സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഇപ്പോൾ മന്ത്രിയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. മന്ത്രിയുടെ നേരത്തെ ഇതിലുള്ള പ്രതികരണം ഉണ്ടായിരുന്നു. BJP പ്രവർത്തകർക്ക് ഭയമാണ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ എന്ന നിലയ്ക്ക് ശിവൻകുട്ടിയുടെ പ്രതികരണം നേരത്തെ കേട്ടിരുന്നു. മറ്റേതെങ്കിലും നേതാക്കൾ കൂടി അങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ടോ? ഈ സംഘപരിവാർ അനുകൂല അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കൾ ആരെങ്കിലും സ്ഥലത്തുണ്ടോ? ദിവിഷ്, ഏതായാലും BJPയുടെയോ മറ്റ് RSSന്റെയോ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ വീട്ടിലില്ല. ആ സമയത്താണ് മന്ത്രി വി ശിവൻകുട്ടി ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇപ്പോൾ എത്തി ബന്ധുക്കളെല്ലാം തന്നെ കണ്ട് സംസാരിക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു തരാമെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം അറിയിക്കുന്നുണ്ട്. അല്പം മുമ്പ് അദ്ദേഹം റോസ് ഹൌസിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ വാർത്താസമ്മേളനം വിളിച്ചിരുന്നു. ആ വാർത്താസമ്മേളനം വിളിച്ച ഘട്ടത്തിൽ അദ്ദേഹം ഈ വിഷയത്തോട് പ്രതികരിച്ചതാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയില്ല. നേരത്തെ ഇക്കാര്യത്തിൽ അദ്ദേഹം പറയാനുള്ളതെല്ലാം പറഞ്ഞു. BJP പ്രസ്ഥാനങ്ങളെ പ്രവർത്തിക്കുന്നവരുടെ ജീവന് വലിയ ഭീഷണി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസങ്ങളിലടക്കം BJP RSS പ്രവർത്തകർ ആത്മഹത്യ ചെയ്തു. ഈ സംഘടനയുടെ അന്തർധാര എത്ര ജീർണിച്ചതാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനസാക്ഷിയുള്ള ആരും BJPക്ക് വോട്ട് ചെയ്യില്ല തുടങ്ങിയ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറിനെതിരെയും അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം വിമർശനം പറഞ്ഞിരുന്നു. താൻ രാജീവ് ചന്ദ്രശേഖറിനെ പോലെ വിദ്വാനല്ല, രാജീവ് ദന്തഗോപുരത്തിൽ നിന്ന് വന്നയാളാണ്, സാധാരണക്കാരന്റെ ജീവിതം അറിയാത്തയാളാണ്, സാധാരണക്കാരനായ ആളുകളുടെ ജീവിതം തനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നടത്തിക്കൊടുക്കും, മന്ത്രി എന്ന തലത്തിൽ അതിന് ഇടപെടുമെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ അടുത്ത ബന്ധുക്കളോടൊക്കെ അദ്ദേഹം സംസാരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വീടിന് പുറത്തേക്ക് എത്തും. അദ്ദേഹത്തിന്റെ ഈ മരിച്ച ആനന്ദിന്റെ ഭാര്യ, പിതാവ്, മറ്റു ബന്ധുക്കൾ അവരോടെല്ലാം ഈ സംസാരിച്ചതിനു ശേഷം ഏറ്റവും അടുത്ത പിതാവ്, അതോടൊപ്പം ഭാര്യ, അവരെയൊക്കെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം അകത്തേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ തിരിച്ചു വരും. അതിനുശേഷം മറ്റ് ഔദ്യോഗിക പരിപാടികളിലേക്ക് അദ്ദേഹം പോകും. സമാനമായി ഇന്ന് ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് ഇങ്ങോട്ടേക്ക് മൃതദേഹം കൊണ്ടുപോവുക. സാംസ്കാരിക ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും ബന്ധുക്കൾ ഇടപെട്ട് ചെയ്യുന്നുണ്ട്. പോലീസിനെയും പ്രത്യേകമായി ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം, മറ്റ് നേതാക്കൾ, RSSന്റെ BJPയുടെ മറ്റ് നേതാക്കളൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. ആകെ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ അടക്കം കൂടുതൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഇങ്ങോട്ടേക്ക് ഇന്ന് എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള കൃത്യമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും ചില സൂചനകൾ ബന്ധുക്കളെ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ BJP നേതാക്കളോ RSS നേതാക്കളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിലടക്കം അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. കാരണം തന്റെ മൃതശരീരം കാണുന്നതിനു വേണ്ടി പാർട്ടി നേതാക്കൾ, തന്നെ വഞ്ചിച്ച പാർട്ടി നേതാക്കൾ, സംഘടനാ നേതാക്കൾ ഒന്നും തന്നെ വരരുത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വലിയ പ്രതിരോധത്തിലാണ് BJPയും RSSും. അങ്ങനെ ഒരു പ്രതിരോധത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ഒരു സംഘടനാ പ്രവർത്തകൻ മരണത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എത്തേണ്ടതാണ്. ഇനി അത് എത്തുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശികമായി പ്രവർത്തകർക്കോ എന്തെങ്കിലും എതിർപ്പുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ നടന്നോ? ദിവിഷ്, ഏതായാലും അങ്ങനെ ബന്ധുക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചതായിട്ട് അറിയില്ല. ഏതായാലും വലിയ പ്രതിരോധത്തിലാണ് BJP ഇക്കാര്യത്തിൽ എന്ന കാര്യം സംശയമില്ല. കാരണം ഇന്നലെ തന്നെ നമ്മൾ ഈ സംഭവം ഉണ്ടായി പലരുമായി ബന്ധപ്പെടുമ്പോൾ അവരെല്ലാം തന്നെ പരസ്യമായി പ്രതികരിച്ചത് പോലും ഇദ്ദേഹത്തെ അറിയില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസ് ആ ഒരു കള്ളത്തരം പൊളിച്ചു കാട്ടുന്ന വാർത്തയാണ് ഇന്ന് പ്രശാന്ത് ഭൂഷൺ രാവിലെ നൽകിയത്. അതായത് BJP നേതാക്കളുമൊക്കെയായി അദ്ദേഹം അടുത്ത് നിന്ന് വേദി പങ്കിടുന്ന, അദ്ദേഹത്ത് പല പ്രക്ഷോഭ പരിപാടികളിലും പങ്കുചേരുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഫോട്ടോകൾ ഉൾപ്പെടെയുള്ള വാർത്തയാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ BJPക്കോ RSS നേതാക്കൾക്കോ അങ്ങനെ ഈ മരണത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ ഗൗരവമായി ആ കാര്യം കാണേണ്ടതുണ്ട്. ഇനി ഏതായാലും പാർട്ടി ഇക്കാര്യത്തിൽ എന്തൊക്കെ നിലപാടുകൾ തുടർന്ന് സ്വീകരിക്കും എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഏതായാലും വി ശിവൻകുട്ടി ഈ ആനന്ദിന്റെ ഭാര്യയും മറ്റ് അടുത്ത ബന്ധുക്കളെയും എല്ലാം കണ്ടതിനു ശേഷം വീടിന് പുറത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം അവിടെ വീട്ടിന് മുന്നിൽ തന്നെ ഇരിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ
ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിക്ക് ഒരിക്കലും ഈ ഘട്ടത്തിൽ ഏതായാലും ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി കഴിയില്ല. കാരണം ഇത്ര വർഷമായി അദ്ദേഹം ആ ആത്മഹത്യക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കോളേജ് കാലം മുതൽ അദ്ദേഹം UUC ആയിരുന്നു. ആ സമയത്തൊക്കെ തന്നെ സജീവമായി RSSലും മറ്റ് വിദ്യാർത്ഥി സംഘടനകളിലുമൊക്കെ പ്രവർത്തിച്ചു വന്ന ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾക്കുൾപ്പെടെ പരിചയമുള്ള ആളാണ്. സംസ്ഥാന നേതാക്കൾക്ക് പരിചയമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സംസ്കാരത്തിലേക്കൊക്കെ വരേണ്ട ഒരു ആവശ്യകതയുണ്ട്. പാർട്ടി വന്ന് അവരുടെ നിലപാട് അറിയിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതിലൊക്കെ പാർട്ടി തയ്യാറാകുമോ, RSS തയ്യാറാകുമോ എന്നുള്ളത് കണ്ട് തന്നെ ഏതായാലും അറിയണം. വലിയ വിമർശനം ഏതായാലും CPMന്റെ ഭാഗത്തു നിന്നും മന്ത്രി V ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുമെല്ലാം തന്നെ നേരത്തെ അല്പസമയം മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷന് നേരെ വരെ ഉയർത്തുന്ന കാഴ്ചകൾ കണ്ടു. ഇപ്പോൾ ഏതായാലും മന്ത്രി V ശിവൻകുട്ടി അടുത്ത ബന്ധുക്കളുമൊക്കെയായി സംസാരിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ അതെല്ലാം തന്നെ നൽകുന്നതിന് വേണ്ടി സർക്കാർ സന്നദ്ധമാണ്. മന്ത്രി എന്ന തരത്തിൽ താൻ സന്നദ്ധമാണ് എന്നുള്ള കാര്യമാണ് മന്ത്രി V ശിവൻകുട്ടി അറിയിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടുന്ന് മടങ്ങും. ഏതായാലും വീട്ടിൽ നിന്ന് മന്ത്രി പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. കൂടുതൽ പ്രതികരണം ഇവിടെ നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അടുത്ത ബന്ധുക്കളെയെല്ലാം തന്നെ അദ്ദേഹം കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഏതായാലും BJP നേതാക്കൾ ഇങ്ങോട്ടേക്ക് ഇനി കൂടുതലായി എത്തുമോ എന്നുള്ളതൊക്കെ ഇനി അറിയണം.